രണ്ടാം പിണറായി സർക്കാരിന്റെ അവസാന ബജറ്റ് അതിന്റെ പ്രഖ്യാപനം അല്പസമയത്തിനകം ഉണ്ടാകും. ബജറ്റ് പ്രസംഗത്തിനായി കെ.എൻ. ബാലഗോപാൽ ധനമന്ത്രി അല്പസമയത്തിനകം അദ്ദേഹത്തിന്റെ ഔദ്യോഗിക വസതിയിൽ നിന്ന് സഭയിലേക്ക് പുറപ്പെടും. ഒരുപാട് പ്രതീക്ഷകളുള്ള ഒരു ബജറ്റാണ്. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട് പ്രതീക്ഷകളുണ്ട്. പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അത് എത്രത്തോളം ഉണ്ടാകുമെന്ന കാര്യം നോക്കണം. മറ്റൊന്ന് സർക്കാർ ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിക്കുമോ എന്ന കാര്യം. വികസന പദ്ധതികൾ, കഴിഞ്ഞ ദിവസം സർക്കാർ പ്രഖ്യാപിച്ച അതിവേഗ റെയിൽ എന്ന ഒരു ഡ്രീം പ്രോജക്റ്റ് ഉണ്ട്. ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രോജക്റ്റായി ഒരുപക്ഷെ സർക്കാർ അവതരിപ്പിക്കാൻ പോകുന്ന ഒന്നുണ്ട്. അതിൻ്റെ പൂർത്തീകരണം, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇപ്പോൾ സ്പീക്കർ നിയമസഭയിലേക്ക് എത്തുകയാണ്. അങ്ങനെ വലിയ പ്രതീക്ഷയിലാണ് മലയാളികൾ എല്ലാവരും. ആറാമത്തെ ബജറ്റാണ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അവതരിപ്പിക്കുന്നത്. തെരഞ്ഞെടുപ്പ് ലക്ഷ്യമിട്ടുള്ള ക്ഷേമ പ്രഖ്യാപനങ്ങളുടെ ഒരു നിര തന്നെ പ്രതീക്ഷിക്കുന്നുണ്ട്. സ്വപ്ന ബജറ്റ് ആയിരിക്കില്ല എന്ന കാര്യത്തിൽ ധനകാര്യമന്ത്രി നേരത്തെ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു. വലിയ ആനുകൂല്യങ്ങൾ ഉണ്ടാകും, പക്ഷേ അപ്പോഴും സാധാരണ ജനങ്ങളെ അടക്കം കൈയടിപ്പിക്കുന്ന ബജറ്റായിരിക്കുമെന്ന് പറഞ്ഞിരുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിലേക്ക് ഒന്ന് പോകാം വളരെ പെട്ടെന്ന്. അതിലേക്ക് വരാം. ഡാൻ കുര്യൻ അവിടെയുണ്ട്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാലിൻ്റെ വീട്ടിലാണ്. അദ്ദേഹം അല്പസമയത്തിനകം അവിടെ നിറങ്ങും. ഡാന് നേരത്തെ പറഞ്ഞതുപോലെ സ്വപ്ന ബജറ്റ് ആയിരിക്കില്ല, പക്ഷേ അപ്പോഴും സാധാരണക്കാരെ കൊണ്ട്, എല്ലാ വിഭാഗങ്ങളെ കൊണ്ടും കൈയടിപ്പിക്കുമെന്നാണ് ധനമന്ത്രി പറഞ്ഞത്. എന്താണ് വിശദാംശങ്ങൾ? തുടർച്ചയ്ക്ക് വേണ്ടിയുള്ള ബജറ്റാകും താൻ അവതരിപ്പിക്കാൻ പോകുക എന്ന സൂചന നൽകിക്കൊണ്ടാണ് അല്പസമയം മുമ്പ് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ആ ബജറ്റിൻ്റെ കോപ്പി കൈപ്പറ്റിക്കൊണ്ട് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളെയും ഉൾക്കൊള്ളുന്ന ബജറ്റായിരിക്കും, ക്ഷേമ ബജറ്റായിരിക്കും എന്ന് അദ്ദേഹം കൃത്യമായ ഊന്നൽ നൽകിക്കൊണ്ട് പറയുന്നു. അതായത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബജറ്റാണ് താൻ അവതരിപ്പിക്കാൻ പോകുന്നതെന്ന് പറയുന്നു. അതോടൊപ്പം ഇന്നലെ വളരെ അപ്രതീക്ഷിതമായി ഉണ്ടായ ക്യാബിനറ്റിലെ തീരുമാനം, അതായത് ഈ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ നീളുന്ന അതിവേഗ റെയിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളോടും വളരെ നയപരമായ ഒരു ഉത്തരമാണ് അദ്ദേഹം നൽകിയിരിക്കുന്നത്. അതായത് ആ പദ്ധതിയുടെ പേര് എന്ത് തന്നെ ആയാലും ജനങ്ങൾക്കത് ഉപകാരപ്പെട്ടാൽ മതി എന്നത് മാത്രമാണ് സർക്കാരിൻ്റെ ലക്ഷ്യമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. അതായത് സ്വപ്ന പദ്ധതികളല്ല, മറിച്ച് പ്രായോഗികമായി നടപ്പിലാക്കാൻ കഴിയുന്ന പദ്ധതികൾക്കായിരിക്കും പ്രാമുഖ്യം നൽകുക. അതായത് മാറി വരുന്ന ഒരു സർക്കാരിന് നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ മാത്രമാണ് ബജറ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഭരണം അവസാനിക്കാൻ പോകുന്ന ഒരു സർക്കാർ അവസാനമായി അവതരിപ്പിക്കുന്ന ബജറ്റ് എന്നതിനപ്പുറത്തേക്ക് വരുന്ന സർക്കാരിനും നടപ്പിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ പ്രായോഗികമായി ഉൾക്കൊള്ളുന്നതാകും ഈ ബജറ്റ് എന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. ഏതാനും മിനിറ്റുകൾക്കകം ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് പുറത്തേക്ക് വരും. അദ്ദേഹത്തിൻ്റെ വാഹനം സജ്ജമായി കഴിഞ്ഞു, ഉദ്യോഗസ്ഥർ സജ്ജരായി കഴിഞ്ഞു. ഫിനാൻസ് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർ ധനമന്ത്രിക്കൊപ്പമുണ്ട്. അദ്ദേഹം കുടുംബങ്ങൾക്കൊപ്പമായിരിക്കും പുറത്തേക്ക് വരികയെന്നാണ് സൂചന. അങ്ങനെയെങ്കിൽ ഏതാനും മിനിറ്റുകൾക്കകം ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് നിയമസഭയിലേക്ക് ബജറ്റ് അവതരിപ്പിക്കാനായി പുറപ്പെടും. വലിയ പ്രതീക്ഷയുടെ വാക്കുകളാണ് അദ്ദേഹം പങ്കുവച്ചിരിക്കുന്നത്. ഒരുപക്ഷെ അതൊന്ന് കേട്ടാൽ അല്പം കൂടി നമുക്ക് അക്കാര്യത്തിലൊരു വ്യക്തത വരുമെന്നാണ് കരുതപ്പെടുന്നത്. ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ പറഞ്ഞത് സ്വപ്ന ബജറ്റ് എന്ന് പ്രതീക്ഷിക്കേണ്ട, പക്ഷേ അപ്പോഴും ഒരു നിര പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും എന്ന് അദ്ദേഹം വ്യക്തമാക്കിയ പശ്ചാത്തലം കൂടിയുണ്ട്. വളരെ കൃത്യമായി തന്നെ അദ്ദേഹം അക്കാര്യം പറഞ്ഞ ഒരു സാഹചര്യമുണ്ട്. ക്ഷേമ പെൻഷൻ വർധനവ് പ്രതീക്ഷിക്കുന്നു. 2500 ആക്കിയാലും അത്ഭുതപ്പെടേണ്ടതില്ല, കാരണം തെരഞ്ഞെടുപ്പ് ആണ് വരാൻ പോകുന്നത്. മറ്റൊന്ന് സർക്കാർ ജീവനക്കാരുമായി ബന്ധപ്പെട്ട അവരുടെ ആശങ്കകൾ, അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ്. അതും ഒരുപക്ഷെ ആ തരത്തിൽ നടപ്പിലാക്കിയേക്കാം. അങ്ങനെ ജീവനക്കാർക്ക് ആനുകൂല്യങ്ങളടക്കമുള്ള പ്രഖ്യാപനങ്ങളിലേക്കാണ് പോകേണ്ടത് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഡാന്, ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് നേരത്തെ ഉദ്യോഗസ്ഥർ കൈമാറിയ ബജറ്റ് പട്ടിക, അത് ബജറ്റിൻ്റെ പ്രസംഗം, അതിൻ്റെ വിശദാംശങ്ങൾ ഗവൺമെൻറ് പ്രസിഡന്റ് നേരെ ധനമന്ത്രിയുടെ വസതിയിലേക്ക് എത്തിച്ച ബജറ്റ് പ്രസംഗമാണ്. ഇതുമായാകും ധനമന്ത്രി നിയമസഭയിലേക്ക് പോവുകയും അവിടെ ബജറ്റ് അവതരിപ്പിക്കുകയും ചെയ്യുക. ആറാം ബജറ്റാണ് കെ.എൻ. ബാലഗോപാലിൻ്റെ. നമുക്കറിയാം, കഴിഞ്ഞ ഒന്നാം പിണറായി മന്ത്രിസഭയിൽ തോമസ് ഐസക് ആയിരുന്നു ധനകാര്യമന്ത്രിയായി ഉണ്ടായിരുന്നത്. അതിനുശേഷം ഐസക്കിൻ്റെ പിൻഗാമിയായി വന്ന കെ.എൻ. ബാലഗോപാൽ കാര്യമായി നിരാശപ്പെടുത്തിയില്ല. വലിയ പ്രഖ്യാപനങ്ങൾ, ജനങ്ങളെ ഓരോ ബജറ്റുകളും ക്ഷേമ പെൻഷൻ അടക്കം ഉയർത്തുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും അത് സാധിച്ചില്ല എങ്കിൽ പോലും സംസ്ഥാനത്തിൻ്റെ പരിമിതമായ സാമ്പത്തിക ചുറ്റുപാടുകളിൽ നിന്നുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ ബാലഗോപാലിനായി എന്നൊരു പക്ഷേ അദ്ദേഹത്തിന് സംതൃപ്തി അടയാം. അദ്ദേഹത്തിൻ്റെ അവസാന ബജറ്റ്, രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ് എന്നതുകൂടി ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ്. അങ്ങനെ ബജറ്റ് അവതരിപ്പിക്കാനായി ധനമന്ത്രി അല്പസമയത്തിനകം തന്നെ നിയമസഭയിലേക്ക് പുറപ്പെടും എന്നുള്ളതാണ്. നമ്മൾ നേരത്തെ സംസാരിച്ചതിൽ നിന്ന് ഡാന് നമുക്ക് മനസ്സിലാകുന്നത് ഒരു തെരഞ്ഞെടുപ്പിനെ മുന്നിൽ കണ്ടുള്ള ജനപ്രിയ പ്രഖ്യാപനങ്ങൾ ഉണ്ടാകും
എന്ന് തന്നെയല്ലേ? അത്തരത്തിലുള്ള സൂചനകൾ അദ്ദേഹം നൽകുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും അത് കഴിഞ്ഞ ദിവസമൊക്കെ മാധ്യമങ്ങളെ കണ്ടപ്പോൾ അദ്ദേഹം അത്തരത്തിലുള്ളൊരു പ്രതികരണങ്ങൾ തന്നെയാണ് നടത്തിയത്. കാരണം ഇതേപോലെ വലിയ പ്രതീക്ഷയോടെ ആയിരുന്നു തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുമ്പും ചില പ്രഖ്യാപനങ്ങൾ ഉണ്ടായത്. പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ വീഴ്ച സംഭവിച്ചു എന്ന് അദ്ദേഹം നമ്മളോട് തന്നെ തുറന്നു പറയുകയും ചെയ്തതാണ്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട പാർട്ടി തലത്തിലുള്ള ഗൃഹസന്ദർശനങ്ങളൊക്കെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ജനങ്ങളുടെ ഭാഗത്തുനിന്ന് വരുന്ന വിമർശനങ്ങൾ ക്രോഡീകരിച്ച് അത് കൃത്യമായി നേതൃത്വത്തെ അറിയിക്കുന്ന സാഹചര്യമൊക്കെയുണ്ട്. അതുകൊണ്ട് തന്നെ കൃത്യമായി ധനമന്ത്രി KN ബാലഗോപാൽ വസതിയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. അദ്ദേഹം നിയമസഭയിലേക്ക് തൻ്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കുന്നതിനായി 6ാം ബജറ്റ് അവതരിപ്പിക്കുന്നതിനായി KN ബാലഗോപാൽ ബജറ്റ് കോപ്പിയുമായി പുറത്തേക്ക് വരുന്നു. ഏറെ പ്രതീക്ഷയോടെ കേരളം നോക്കിക്കാണുന്ന, ഏറെ ആകാംക്ഷയോടെ കേരളം നോക്കിക്കാണുന്ന ബജറ്റ് അവതരണത്തിനായി ധനമന്ത്രി KN ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ കുടുംബസമേതം നിയമസഭയിലേക്ക് പുറപ്പെടുന്നതിനായി വസതിക്ക് പുറത്തേക്ക് ഇറങ്ങുകയാണ്. എന്തൊക്കെയാണ് ആ ബജറ്റ് കോപ്പിയിൽ കരുതി വെച്ചിരിക്കുന്നത്, കേരളത്തിൻ്റെ ഭാവി വികസനത്തിനായി എന്ന പ്രതീക്ഷകൾ പുഞ്ചിരിക്കുന്ന മുഖവുമായി വലിയ പ്രതീക്ഷ നൽകുന്ന ബജറ്റായിരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് KN ബാലഗോപാൽ നിയമസഭയിലേക്ക് തൻ്റെ അവസാന ബജറ്റ് അവതരിപ്പിക്കാനായി പുറപ്പെടുകയാണ്. അല്പസമയത്തിനകം അദ്ദേഹം നിയമസഭയിലേക്ക് എത്തും. കുടുംബസമേതമാണ്, എല്ലാ തവണയും അങ്ങനെ തന്നെയാണ്. ഇത്തവണയും പതിവിന് മാറ്റമില്ല. അദ്ദേഹം നിയമസഭയിലേക്ക് പുറപ്പെടുന്നു. എന്താകും കേരളം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഈ ബജറ്റിൽ, പിണറായി സർക്കാരിൻ്റെ 2ാം സർക്കാരിൻ്റെ അവസാന ബജറ്റിൽ എന്താകും ഈ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബജറ്റിൽ പ്രതീക്ഷ ഉണർത്തുന്ന പ്രഖ്യാപനങ്ങൾ എന്നതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. വികസനവും കരുതലും ഒരുപോലെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള ബജറ്റായിരിക്കും അവതരിപ്പിക്കുക എന്ന ധനമന്ത്രി പറഞ്ഞു വെക്കുന്ന സാഹചര്യം. ബജറ്റ് അവതരിപ്പിക്കാനായി ധനമന്ത്രി KN ബാലഗോപാൽ അദ്ദേഹത്തിൻ്റെ വസതിയിൽ നിന്ന് നിയമസഭയിലേക്ക് പുറപ്പെടുന്നു. ഏതാനും മിനിറ്റുകൾക്കകം നിയമസഭയിലെത്തും. 9 മണിക്കകം സഭയിൽ തൻ്റെ അവസാന ബജറ്റ് KN ബാലഗോപാൽ അവതരിപ്പിക്കുക. മറ്റ് ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാഹനം ഔദ്യോഗിക വസതിയിൽ നിന്ന് പുറപ്പെടുകയാണ്. ഒരുപാട് പ്രതീക്ഷകൾ പങ്കുവെച്ചുകൊണ്ടാണ് അല്പസമയം മുമ്പ് അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരണം നടത്തിയത്. അതായത് ഇത് അവതരിപ്പിച്ച് കഴിയുമ്പോൾ എല്ലാ വിഭാഗം ജനങ്ങളുടെയും പിന്തുണ ഉറപ്പാക്കാൻ കഴിയുമെന്നൊരു പ്രതീക്ഷ പങ്കുവെച്ചുകൊണ്ട് തന്നെയാണ് അദ്ദേഹം ബജറ്റ് അവതരിപ്പിക്കാനായി ഇവിടെ നിന്ന് പുറപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ വാഹനവ്യൂഹം ഇവിടെ നിന്ന് നിയമസഭയിലേക്ക് പുറപ്പെട്ടിരിക്കുകയാണ്. KN ബാലഗോപാൽ ബജറ്റ് അവതരണത്തിനായി നിയമസഭയിലേക്ക് പുറപ്പെടുന്ന ദൃശ്യങ്ങളാണ്, തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. അല്പസമയത്തിനകം അദ്ദേഹം സഭയിലേക്ക് എത്തും. അവിടെ ബജറ്റ് പ്രസംഗം ആരംഭിക്കും. ബജറ്റ് സമ്മേളനം തുടരുകയാണ്. ബജറ്റ് പ്രസംഗം ആരംഭിക്കും. നമ്മൾ കാത്തിരുന്ന് കാണേണ്ടത് കഴിഞ്ഞ LDF സർക്കാരിൻ്റെ, 1ാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റ് അവതരിപ്പിച്ചപ്പോൾ വലിയ റെക്കോർഡ് സൃഷ്ടിച്ചുകൊണ്ടാണ് തോമസ് ഐസക് പ്രസംഗം അവസാനിപ്പിച്ചത്. ഏറ്റവും അധികം സമയം പ്രസംഗിച്ച ധനമന്ത്രിയെ അദ്ദേഹം മാറിയിരുന്നു. ആ റെക്കോർഡ് KN ബാലഗോപാൽ മറികടക്കുമോ ഈ 2ാം പിണറായി സർക്കാരിൻ്റെ അവസാന ബജറ്റിൽ എന്നാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇതടക്കം സസ്പെൻസുകളുണ്ട്. തിരിച്ചുവരാം ഇടവേളയ്ക്ക് ശേഷം. മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിലെ അതികായനും കർക്കശക്കാരനായ ഭരണാധികാരിയും ജനകീയനായ നേതാവുമായിരുന്ന അജിത് പവാർ ഇനി ഓർമ്മ മാത്രം. 66 വയസ്സായിരുന്നു അദ്ദേഹത്തിന്. 2026 ജനുവരി 28-ന് ബാരാമതിയിൽ വെച്ചുണ്ടായ ദാരുണമായ വിമാന അപകടത്തിലാണ് അദ്ദേഹം ലോകത്തോട് വിട പറഞ്ഞത്. മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായി 8ാം തവണയും സേവനമനുഷ്ഠിച്ചു വരികയായിരുന്ന അജിത് പവാറിന്റെ വിയോഗം സംസ്ഥാന രാഷ്ട്രീയത്തിൽ നികത്താനാകാത്ത വിടവാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 5 പതിറ്റാണ്ടിലേറെ നീണ്ട തന്റെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ വിവാദങ്ങളും വികസനവും ഒരുപോലെ കൊണ്ടു നടന്ന അദ്ദേഹം ദാദ എന്ന വിളിപ്പേരിൽ ജനങ്ങൾക്കിടയിൽ എന്നും സജീവമായിരുന്നു. മഹാരാഷ്ട്രയുടെ വികസന ചരിത്രത്തിൽ തന്റേതായ കയ്യൊപ്പ് ചാർത്തിയ അജിത് പവാറിന്റെ ജീവിതത്തിലേക്കും രാഷ്ട്രീയ വഴികളിലേക്കും നമുക്കൊരു തിരിഞ്ഞുനോട്ടം നടത്താം. 1959 ജൂലൈ 22-ന് അഹമ്മദ്നഗർ ജില്ലയിലെ ദിയോലാലി പ്രവരയിലാണ് അജിത് അനന്തറാവു പവാർ ജനിച്ചത്. പ്രശസ്തനായ ശരത് പവാറിന്റെ ജ്യേഷ്ഠൻ അനന്തറാവു പവാറിന്റെയും ആശാതായ് പവാറിന്റെയും മകനായിരുന്നു അദ്ദേഹം. പിതാവിന്റെ ആകസ്മിക മരണത്തെ തുടർന്ന് കുടുംബത്തെ സഹായിക്കാനായി കോളേജ് പഠനം പാതി വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വന്ന അജിത് വളരെ ചെറുപ്പത്തിൽ തന്നെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്തു. ഈ കാലഘട്ടത്തിൽ കർഷകരുടെ പ്രശ്നങ്ങളും സാമൂഹിക യാഥാർത്ഥ്യങ്ങളും നേരിട്ട് കണ്ടറിഞ്ഞ് അദ്ദേഹത്തിൻ്റെ പിൽക്കാല രാഷ്ട്രീയ ജീവിതത്തിന് അടിത്തറയിട്ടു. തൻ്റെ പിതൃ സഹോദരനായ ശരത് പവാറിൻ്റെ പാത പിന്തുടർന്ന് 1982-ൽ സഹകരണ മേഖലയിലൂടെയാണ് അജിത് പവാർ പൊതുരംഗത്തേക്ക് കടന്നു വരുന്നത്. ഒരു സഹകരണ പഞ്ചസാര ഫാക്ടറിയുടെ ബോർഡിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതായിരുന്നു തുടക്കം. പിന്നീട് 1991-ൽ പൂനെ ഡിസ്ട്രിക്ട് സെൻട്രൽ കോഓപ്പറേറ്റീവ് ബാങ്കിൻ്റെ ചെയർമാനായി തിരഞ്ഞെടുക്കപ്പെട്ട അദ്ദേഹം ആ പദവിയിൽ 16 വർഷത്തോളം തുടർന്നു.
സഹകരണ മേഖലയിലെ ഈ നീണ്ട അനുഭവ സമ്പത്താണ് മഹാരാഷ്ട്രയിലെ ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയിൽ അദ്ദേഹത്തിന് ശക്തമായ സ്വാധീനം നൽകിയത്. 1991 ബാരാമതി ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചുകൊണ്ട് അജിത് പവാർ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് ചുവട്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.